വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൈറോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. അമേരിക്കയും ഈജിപ്തും ഖത്തറും അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികളിൽ പ്രധാനപ്പെട്ട ചില നിബന്ധനകൾ: ഹമാസിൻ്റെ അധീനതയിലുള്ള ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായിട്ട് ഇസ്രായേൽ തടവിലാക്കിയിട്ടുള്ള ഫലസ്തീൻ ബന്ദികളെ മോചിപ്പിക്കണം. മറ്റൊന്ന്, വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ ഫലസ്തീനികളെ അനുവദിക്കണം. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഗസയ്ക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും അവസാനിപ്പിക്കണം. ഇതാണ് ഹമാസ് മുന്നോട്ട് വച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഉപാധികൾ. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഈ നിർദ്ദേശം ഇസ്രായേലിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചു. പക്ഷേ നെതന്യാഹു ഇതേവരെ അതിന് സമ്മതം മൂളിയിട്ടില്ല. ഹമാസിൻ്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ബന്ദികളുടെ കുടുംബാംഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന വൻ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇതേവരെ ഉണ്ടായിട്ടില്ല. അമേരിക്കൻ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു: ഇനി ഇസ്രായേലാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗസയുടെ വടക്ക് മധ്യ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തെക്കൻ ഗസയിലെ ഈജിപ്ഷ്യൻ അതിർത്തി പ്രദേശമായ റഫയിലേക്ക് അഭയാർത്ഥികളായി എത്തിയിട്ടുള്ള ഏതാണ്ട് 15 ലക്ഷത്തിലധികം ഫലസ്തീനികളെ അവിടെ നിന്നും തുരത്തി ഓടിച്ച് ഹമാസിനെ പിടികൂടണം എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു മഹാദുരന്തമായിരിക്കും അവിടെ സംഭവിക്കുക. അതിൽ നിന്ന് പിന്തിരിയണം എന്ന് യൂറോപ്യൻ യൂണിയനും US-ഉം ഒക്കെ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഹമാസിൻ്റെ ഏറ്റവും പുതിയ പ്രപ്പോസൽ ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസ് പ്രതികരിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഒരു പ്രതിനിധി സംഘത്തെ ഇന്ന് അവർ കൈറോയിലേക്ക് അയക്കുന്നുണ്ട്, അസംബന്ധമായ ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതോടൊപ്പം റഫ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ വാർ കൗൺസിലിൻ്റെ തീരുമാനമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി.